ആ ഒന്നാം ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അന്ന് കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമില്ലാതിരുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്നൊരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ രാഷ്ട്രീയ സഖ്യത്തിൽ ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷ നേതാക്കന്മാർ മുന്നോട്ട് വച്ച ഡിമാൻഡ് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കോൺഗ്രസിന്റെ പുറത്തുനിന്ന് പിന്തുണ നൽകാൻ കഴിയൂ എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമ്മൾ ആ കാര്യം ആവശ്യപ്പെടാൻ കാരണം ഇടതുപക്ഷത്തിന് ഈ അടുത്ത കാലത്ത് ഏത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ എംപിമാരെ സംഭാവന ചെയ്ത ഈ അടുത്ത കാലത്ത് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി അതിനെ പിന്തുണയ്ക്കാനും അതിന്റെ ഭാഗവാക്കാകാനും സന്ദർഭം ലഭിക്കുന്ന സന്ദർഭത്തിൽ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ദരിദ്രരായ മനുഷ്യനെ കാണാതിരിക്കാൻ കഴിയില്ല. ആ ദരിദ്രരായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റിനാകണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഡിമാൻഡുകളിൽ ഒന്നായിരുന്നു ഗ്രാമീണ മേഖലയിൽ വരുമാനമില്ലാതെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ജനവിഭാഗത്തെ അവന്റെ പട്ടിണിയിൽ നിന്ന് ഒരു പരിധിവരെയും സംരക്ഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാകണം. ആ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ഒരു നാമത്തിൽ മാത്രം ഒരു പദ്ധതി രൂപീകരിച്ചാൽ പോരാ. അതിന് സ്ഥിരതയുണ്ടാകണം, അതിന് വ്യവസ്ഥാപിതമായ മാർഗമുണ്ടാകണം, അതിന് തൊഴിലിന് ഗ്യാരണ്ടി ഉണ്ടാകണം. ആ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് നിയമപരമായി ബാധ്യതയുണ്ടാകണം. അത്തരം ഉറപ്പോടുകൂടിയുള്ള ഭദ്രമായ ഒരു നിയമം നമ്മുടെ രാജ്യത്തിന് അനിവാര്യമാണ് എന്ന് ഇടതുപക്ഷമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ കോൺഗ്രസ് അത് അംഗീകരിച്ചു. അങ്ങനെയാണ് കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ 2005 ആരംഭിക്കുന്നു. ആ 2002 ആരംഭിക്കുമ്പോൾ ആ 3 നിയമത്തിൽ 10 ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, 10 ഉറപ്പുകൾ ഉണ്ടായിരുന്നു ആ തൊഴിലാളി വിഭാഗത്തിന്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് 18 വയസ്സ് പൂർത്തിയായ ഒരാൾ അംഗമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ഒരു വർഷം ചുരുങ്ങിയത് 100 ദിവസമെങ്കിലും തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ, അതിന്റെ വരുമാനം ലഭ്യമാക്കാനും അതുവഴി ദാരിദ്ര്യം ഉച്ചാടനം ചെയ്യാനും കഴിയത്തക്ക വിധത്തിൽ ഒരു പദ്ധതി ഉണ്ടാകണം. ആ പദ്ധതിക്ക് ഒരാൾ അപേക്ഷിച്ചാൽ ആ അപേക്ഷകന് 2 ആഴ്ചയ്ക്കുള്ളിൽ അവന് തൊഴിൽ ലഭ്യമാകണം. അങ്ങനെ തൊഴിൽ ലഭ്യമായാൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ അവന്റെ വേതനം നൽകിയിരിക്കണം. ആ 2 ആഴ്ചയ്ക്കുള്ളിൽ വേതനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പലിശ കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാകണം. ഒരു തൊഴിലാളിക്ക് ഒരു അപകട മരണം സംഭവിച്ചാൽ, തൊഴിലിടങ്ങളിൽ ഒരു അപകട മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹാശ്വാസം അനുവദിക്കാൻ കഴിയണം. ആ തൊഴിലാളികളുടെ ചികിത്സ സൗജന്യമായി ലഭിക്കാൻ ആ തൊഴിലാളിക്ക് അവകാശമുണ്ട്. അതുമാത്രവുമല്ല,
ഗവൺമെന്റിന്റെ ഏത് ആനുകൂല്യങ്ങളുണ്ടോ? വീട് വയ്ക്കുന്ന കാര്യത്തിലാകട്ടെ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന സബ്സിഡിയോടുകൂടി വാങ്ങുന്ന കാര്യത്തിലാകട്ടെ, അവന് എവിടെയായിരുന്നാലും ഗവൺമെന്റ് പദ്ധതിക്കകത്ത് അവന് ഒരു ഗ്യാരണ്ടി ഉണ്ടാകണം, അതിനൊരു സംവരണം ഉണ്ടാകണം, അതിനൊരു സംരക്ഷണം ഉണ്ടാകണം, അതിന് അവനൊരു പങ്കുണ്ടാകണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ ഉറപ്പോടുകൂടിയാണ് ഒരു തുടക്കമെന്ന നിലയിൽ ഒരു വർഷം 100 ദിവസത്തിൽ കുറയാതെ ഒരു തൊഴിൽ കൊടുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് എന്ന നിയമം അരക്കി പുറപ്പിച്ചുകൊണ്ടാണ് ആ നിയമം 2005 ഈ ഒന്നാമത്തെ UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിന്റെ ആവശ്യത്തെ പ്രമാണിച്ച ആ പാർലമെന്റ് അംഗീകരിച്ച ഈ നിയമം. ആ നിയമത്തെ തുടർന്ന് ഒന്നാം UPA ഗവൺമെന്റിന്റെ 5 വർഷക്കാലത്തിനിടയിൽ ആ പദ്ധതികൾ ഒരു പരിധിവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ ആരംഭദശയിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം UPA ഗവൺമെന്റ് വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ അതിൽ അല്പസ്വല്പം മായം ചേർക്കാൻ തുടങ്ങി. ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമത്തിനകത്ത് ആ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസവും ഒരു തൊഴിലാളിക്ക് ലഭ്യമാകാൻ കഴിയത്തക്ക വിധത്തിൽ തൊഴിൽ ലഭ്യമാകാൻ കഴിയണമെങ്കിൽ അവരുടെ കൊണ്ട് 2 കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സാധ്യമാകും. ഒന്ന്, നമ്മുടെ നാട്ടിലെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകാം. മറ്റൊന്ന്, കാർഷിക മേഖലയിൽ അതിന്റെ പുരോഗതിക്കും കാർഷിക ഉൽപാദന മേഖലയിൽ അതിന്റെ വർധനവുണ്ടാക്കാനും പര്യാപ്തമാകും. ആ മേഖല കൂടി, കാർഷിക മേഖല കൂടി ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത് ആ മേഖലകൾ കൂടി ഈ തൊഴിലാളികൾക്ക് ലഭ്യമാകാൻ കഴിയത്തക്ക വിധത്തിൽ അവർക്ക് 100 ദിവസം കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഇടതുപക്ഷ നിർബന്ധത്തെ തുടർന്ന് അങ്ങനെ കൊടുത്തു. രണ്ടാം UPA ഗവൺമെന്റ് വന്നു. രണ്ടാം UPA ഗവൺമെന്റ് വന്നപ്പോൾ രണ്ടാം UPA ഗവൺമെന്റ് കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് തൊഴിൽ കൊടുക്കാൻ കഴിയില്ല. ആ തൊഴിൽ മേഖലയിൽ നിന്ന് കാർഷിക മേഖലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രണ്ടാം UPA ഗവൺമെന്റ് നടപ്പിലാക്കി. അതാണ് കോൺഗ്രസ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ച ആദ്യത്തെ പാര. വളരെ ശക്തിയായ പ്രതിഷേധമുണ്ടായി. ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി പറയുകയല്ല ഈ സമയത്ത്. അന്ന് മുതൽ ഇങ്ങോട്ട് വിശിച്ച 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ തുടങ്ങി. ഈ BJPയുടെ ഗവൺമെന്റ്, നരേന്ദ്രയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നാമങ്ങളുടെ മാറ്റം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് കേട്ടാൽ അലർജിയാണ്, മഹാത്മാഗാന്ധിയുടെ പേര് കേട്ടാൽ അലർജിയാണ്, ഇന്ദിരാഗാന്ധിയുടെ പേര് കേട്ടാൽ അലർജിയാണ്. ഒരുപാട് ദേശീയ നേതാക്കന്മാർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പണമൊരുക്കിയ ഒട്ടേറെ മനുഷ്യരുടെ യഥാർത്ഥ കഥകളും അവരുടെ നാമങ്ങളും ഉൾക്കൊള്ളുന്ന ചരിത്രം അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈ പറയപ്പെട്ട RSSനും അതുപോലെ 925 ഹിന്ദു മഹാസഭയ്ക്കും എല്ലാം ഉണ്ടായിരുന്ന ആശയം, ആ ആശയത്തിനെതിരായി ഇന്ത്യയിൽ ആരെല്ലാമാണോ അതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, ആ നിലപാടുകൾക്കെതിരായി നിന്നവരുടെ നാമം പോലും ഈ രാജ്യത്തുണ്ടാകരുതെന്നും അവരുടെ നാമമോ അവരുടെ ചരിത്രമോ അവരുടെ കാലഘട്ടമോ ഒരു വിദ്യാർത്ഥിയും പഠിക്കാൻ പാടില്ല എന്നും, പഠിക്കേണ്ടത് RSSന്റെ നേതാക്കന്മാരുടെ ചരിത്രമാണെന്നും RSS ഉണ്ടാക്കിയ ചരിത്രമാണ് ഇനി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്നും രാജ്യത്തിന്റെ ചരിത്രമാകേണ്ടത് എന്നും അവർ ഇപ്പോൾ തീരുമാനിക്കുന്നു. രാജ്യത്തെ ഭരണഘടന ഒരു മാറ്റം തീരുമാനിക്കുന്നു, ദേശീയ പതാക ഒരു മാറ്റം തീരുമാനിക്കുന്നു. എന്താണോ RSSന്റെ പ്രത്യയശാസ്ത്രം പറയുന്നത്, ആ പ്രത്യയശാസ്ത്രത്തിൽ അതിൽ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഈ രാജ്യത്തിനുണ്ടാകണമെന്നാണ് RSS ആഗ്രഹിക്കുന്നത്.
അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിർത്താനും ഈ രാജ്യത്തിന്റെ ദേശീയത സംരക്ഷിക്കാനും ഈ രാജ്യത്തിന്റെ സമഗ്രതയും മതേതരത്വം സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും ഉപയുക്തമല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ സർദാർ വല്ലഭായ് പട്ടേലിനെ വിട്ടിട്ടില്ല. അവർ സർദാർ വല്ലഭായ് പട്ടേലിനെ ഇപ്പൊ തലച്ചുമട്ടുകൊണ്ട് നടക്കുക. സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയെ വെടിയേറ്റ് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ സന്ദർഭത്തിൽ ഈ RSSനെ ഈ രാജ്യത്ത് നിരോധിക്കാൻ ഉത്തരവിട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷേ ആ ചരിത്ര പുരുഷനെ ബിജെപിയുടെ ചരിത്ര പുരുഷനായി RSSന്റെ ചരിത്ര പുരുഷനായി അവതരിപ്പിച്ചുകൊണ്ട് അവര് നിയമം അല്ലെങ്കിൽ ഒരു ചരിത്രം ഈ രാജ്യത്ത് രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങൾ വരുന്നു. റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ മാറുന്നു. ഈ പറയുന്നത് എയർപോർട്ടുകളുടെ പേരുകൾ മാറുന്നു. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറുന്നു. പല ദേവാലയങ്ങളുടെയും പേരുകൾ മാറുന്നു. പല മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളുടെ ദേവാലയങ്ങളുടെ നാമകരണത്തിൽ പോലും മാറ്റം വരുത്തുന്നു. ഏറ്റവും മതേതരത്തിന്റെ പൂങ്കാവനമായി നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നാമധേയത്തിലുള്ളതെല്ലാം അവർ നീക്കം ചെയ്യാൻ തീരുമാനിക്കും. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ ഈ രാജ്യത്തുണ്ടായിരുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറ്റി ഗ്രാമീൺ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന പുതിയ പദ്ധതി അവർ വിഭാവനം ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായി എന്താണ് അതിന്റെ അർത്ഥം? മഹാത്മാഗാന്ധിയെ കുടിയിറക്കുക മാത്രമല്ല, ആ കുടിയിറക്കുന്നതിലൂടെ പ്രധാനമായും നാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം ആ നിയമത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളതും നാളെ ഭാവിയിൽ ആ മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് RSSകാരും BJP ഗവൺമെന്റും വലിയ മഹത്വം കണ്ടതൊന്നുമല്ല. ഇന്ത്യ രാജ്യത്തെ തൊഴിൽ മേഖലയിലെ മറ്റ് തൊഴിലാളികളോടൊപ്പം തന്നെ വലിയ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് ഈ പറയുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നതുകൊണ്ട് ആ മേഖലയിലെ തൊഴിലാളികളെല്ലാം സംരക്ഷിക്കുക എന്ന വലിയ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നാമധേയം മാറ്റി പദ്ധതികൾ ആവിഷ്കരിച്ച് 100 ദിവസം എന്നത് 120 ദിവസമാക്കിയതല്ല. അതൊക്കെ മായാജാലമാണ്. 100 പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാൻ കഴിയുന്നത് ഇപ്പോ BJP ഗവൺമെന്റിന് ആവറേജ് ഇന്ത്യയിൽ കൊടുക്കാൻ കഴിയുന്ന 48 ദിവസമാണ്. 100 ദിവസം കൊടുക്കണമെന്ന നിയമം നിലനിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊടുക്കുന്നത് ഒരു വർഷം ആവറേജ് 48 ദിവസമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ 125 അല്ല നിങ്ങൾ ഇത് 200 ദിവസം എന്ന് എഴുതി വെച്ചാലും ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഈ കേരളത്തിലാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ട 73% തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത്. എന്താണ് കൊടുക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? ഇവിടെ BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 2014 1,14,000 കോടി രൂപ ആ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന തുക എത്രയാ? ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന തുക 47,000 കോടി രൂപ മാത്രം. എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക ഇത്ര ദിവസം കൊണ്ട്? അതിനേക്കാൾ മറ്റൊരു ഭയം അപ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നത് തുകയുടെ തോത് കുറയുന്നു. തുകയുടെ തോത് കുറയുമ്പോൾ തൊഴിൽ ദിനം കുറയും. പിന്നെ തൊഴിൽ ദിനം കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചത് എന്താ കാര്യം? എങ്ങനെ 125 ആകാൻ കഴിയുന്നത്? 125 ആകണമെങ്കിൽ 100 ആകണമെന്ന് തീരുമാനിച്ച കാലഘട്ടത്തിന്റെ തുകയേക്കാൾ വലിയ തുക വേണം. ഈ 125 ദിവസം തൊഴിൽ ദിനം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാതെ വെട്ടിച്ചുരുക്കിയ ഗവൺമെന്റ് BJPയും ഈ ഗവൺമെന്റും 125 ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാര്യത്തിലല്ലേ മറന്നത്? അപ്പൊ തൊഴിൽ ദിനം 125 കിട്ടും എന്ന് BJPക്കാർ നാട് നിങ്ങളെ പറയുന്നത് ആ തൊഴിലാളി വിഭാഗത്തെ ഈ നാടിനെയും വഞ്ചിക്കാൻ വേണ്ടിയുള്ള വെറും പ്രസ്താവനകൾ മാത്രമാണ്. അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയോ തുകയോ മാറ്റിവെച്ചിട്ടില്ല. ആ തുക മാറ്റിവെക്കാതെ എങ്ങനെയാ കൊടുക്കാൻ കഴിയുക? അപ്പൊ അത് കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി. ഇനി മറ്റൊരു കാര്യം എന്താ? എല്ലാ ഗ്രാമീണ മേഖലയിലും ഈ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ നിലവിൽ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട്. പഞ്ചായത്ത് വിവിധ മേഖലകളെ, കാർഷിക മേഖലയടക്കം വിവിധ മേഖലയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് 100 ദിനം കൊടുക്കണം. അതിനാവശ്യമായ പരിശ്രമം നടത്തണം. പക്ഷേ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന മേഖലയിൽ, ഗ്രാമീണ മേഖലയിൽ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കിയാൽ മതി. അപ്പൊ അതെങ്ങനെയാണ്? ഒരു വർഷം
ഈ വർഷം ഈ കേരളത്തിലെ എത്ര ഗ്രാമങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം എന്ന് അവർ സൈറ്റിൽ ലോഡ് ചെയ്ത് കൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടിരുന്ന അത് മാത്രമേ ആ ഗ്രാമങ്ങളിൽ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ തൊഴിലിടങ്ങൾ നിശ്ചയിക്കാൻ പാടുള്ളൂ എന്നും ആ തൊഴിലിടങ്ങളിൽ മാത്രമേ തൊഴിലിൽ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് അവർ നിയമത്തിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികം എന്തായി? ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ഇപ്പൊ നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കേരളമാണ്. ഗ്രാമീണ മേഖല എന്ന് പറയുന്ന ദരിദ്രരായ ഒരുപാട് മനുഷ്യർ അധിവസിക്കുന്നു എന്നല്ലാതെ പ്രാന്തപ്രദേശങ്ങളിലും എല്ലാം ഇപ്പൊ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അങ്കമാലി ഒരു നഗരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ജനങ്ങളുടെ ജീവിതവുമായി തർക്കിച്ചു നോക്കുമ്പോ ഇത് ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആവശ്യം അവർ അതിൽ അർഹതപ്പെട്ട ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന ഇടമാണ് അങ്കമാലി. അങ്കമാലി പട്ടണത്തെ മാത്രം നോക്കിയാൽ മതി. അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നത് അങ്കമാലി പട്ടണത്തെയാണ്. അങ്കമാലി പട്ടണം നോക്കുമ്പോഴോ അപ്പുറം നെടുമ്പാശ്ശേരി, ഇപ്പുറം നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഇപ്പുറത്ത് ഏറ്റവും വിശിഷ്ടമായ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ, ഒരു വ്യാപാര സമുച്ചയത്തിന്റെ കേന്ദ്രം, ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമായി അങ്കമാലി മാറുമ്പോ കേന്ദ്രത്തിന്റെ ഭൂപടത്തിൽ അങ്കമാലിയുടെ ഈ ഗ്രാമീണ മേഖല എന്ന് പറയുന്ന നാമധേയത്തിൽ നിന്ന് അങ്കമാലി മാറ്റപ്പെടുമ്പോ ഈ അങ്കമാലി നിയോജക മണ്ഡലത്തിന്റെ ഒരു മേഖലയും ഈ തൊഴിലുറപ്പ് പദ്ധതി പര്യാപ്തമായി നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിക്കാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ ഓരോരോ പ്രദേശങ്ങൾ അങ്ങനെ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി പറയുന്ന പോലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുണ്ട് മുനിസിപ്പാലിറ്റികളിൽ. അതിന്റെയും സ്ഥിതി ദുർഗതി ഈ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെയും തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്നു എന്നതാണ് അവർ തീരുമാനിച്ച കാര്യം. എന്താ? അവരുടെ ബഡ്ജറ്റിലെ തുക കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഗ്രാമങ്ങളുടെ പേരുകൾ വെട്ടി തൊഴിൽ ദിനങ്ങൾ കുറച്ച് തൊഴിലിടങ്ങൾ കുറച്ച് വന്ന് തീർച്ചയായും അവരുടെ തുറയ്ക്ക് പരിധിക്കകത്ത് നിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകണം. മറ്റൊരു പാലയും കൂടി കയറ്റിവെച്ച പാല എന്താണെന്നറിയോ? ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് തൊഴിലുറപ്പ് മേഖലയ്ക്ക് തൊഴിലാളിക്ക് കൊടുക്കാനുള്ള പൈസ കൂലി, ആ കൊടുക്കാനുള്ള പൈസ മാത്രമല്ല ആ പണിക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങാനുള്ള പൈസ, ആ പൈസയും അവരുടെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് തുക എന്ന് വെച്ചാൽ അതിന്റെ 90% കേന്ദ്ര ഗവൺമെന്റും 10% നമ്മളുമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് 60-40 60% കേന്ദ്രം, 40% സംസ്ഥാനം. എങ്ങനെ ഒരു സംസ്ഥാനത്തിന് ഒരു വർഷം ആവശ്യമായ വരുന്ന തുക ഇപ്പൊ ഏകദേശം 13,000 കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കും. ആ സാമ്പത്തിക ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ശരിക്കും കൃത്യമായ അർഹമായ വിഹിതം കേരളത്തിന് തരാത്ത ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോ ആ ഗവൺമെന്റിന്റെ കീഴിൽ ഈ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത കൂടി കേരളത്തിന് തലയിൽ വെച്ചാൽ കേരളത്തിന് എങ്ങനെയാണ് ചുമക്കാൻ കഴിയുക? ഈ കഴിഞ്ഞ ദിവസത്തിലെ കടമെടുപ്പ് പരിധി കുറച്ചത്, ആ കടമെടുപ്പ് പരിധി കുറച്ചത് പ്രകാരം 6,000 കോടി രൂപ കടമെടുക്കാനുള്ള കേരളത്തിന് അവകാശം പോയി. ആ 6,000 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള സാമ്പത്തിക കെൽപ്പ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇന്ന് കേരളത്തിനുണ്ട്. ആ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനത്തിൽ 6,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കാൻ കഴിയുന്നുവെങ്കിൽ ആ 6,000 കോടി രൂപ എടുത്ത ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുണ്ട്, ഒരുപാട് ഗ്രാമീണമായ വികസന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. നമ്മുടെ കേരളത്തിന്റെ വികസന പ്രക്രിയകളിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. ഇതിനെല്ലാം ഈ പണം ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ നമ്മളെ ആ പരിധി വെട്ടിക്കുറച്ചു. അപ്പൊ ഒരേ സമയം ചെയ്യണ പണി എന്താ? കേന്ദ്രം ഇന്നലെ വരെ 100 രൂപയ്ക്ക് 10 രൂപ കൊടുത്തു, ഇനി മുതൽ 100 രൂപ